നമസ്കാരം. എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായാലും പിണങ്ങിയാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പരസ്പരം ചളിവാരി എറിഞ്ഞ് സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നരകമാക്കുന്ന എത്രയോ ദമ്പതികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഭക്തിയെ മുക്തിക്ക് വിത്ത് എന്ന് ദമ്പതിമാർക്കിടയിൽ ഒരുമയുണ്ടാവാൻ ശിവപാർവതിമാർ തിരുവിളയാടിലൂടെ തെളിയിച്ചതും 63 നായന്മാരിൽ ഒരാളായ തിരുജ്ഞാന സംബന്ധർക്ക് ശിവഭഗവാൻ മുത്തുപ്പന്തൽ നൽകിയതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு പെരിയനായകി ഉടനുരെ ശക്തിവനേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണം ഏവൂർ പാതയിൽ പട്ടീശ്വരത്തിനടുത്ത് തിരുച്ചത്തിമുറ്റം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, ശക്തിവനേശ്വരർ, ശിവക്കൊഴുന്തീശ്വരർ, തഴുവക്കുഴന്തനാഥർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി പെരിയനായകി എന്ന നാമത്തിലും അരുൾ ചൊരിയുന്നു. പ്രധാനമായും ദമ്പതിമാർക്കിടയിലെ അസ്വാരസ്യം മാറ്റി ഒരുമയുണ്ടാക്കാൻ പ്രാപ്തിയുള്ള ക്ഷേത്രമാണിത്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 22ാമത്തേതും ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 85ാമത്തേതുമാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ എന്നിവർ ദേവാരംപാടിൽ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെക്കുറിച്ച് പതികം പാടിയിരിക്കുന്നു. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെപ്പറ്റി തന്റെ തിരുപ്പുകളിൽ പാടിയിട്ടുണ്ട്. നാരവിട ദൂത് പാടിയ ചത്തിമുറ്റ പുലവർ ഈ പ്രദേശത്തുള്ളയാളാണെന്നാണ് പറയുന്നത്. തിരുജ്ഞാന സംബന്ധർ ശിവസ്ഥല യാത്രക്കിടയിൽ ഇവിടെ തിരുച്ചത്തിമുറ്റത്തു നിന്നും പട്ടീശ്വരം തേനുപുരീശ്വരർ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ചിത്തിരമാസമായതിനാലും ഉച്ചസമയമായതിനാലും ചൂട് അധികമായിരുന്നു. 63 നായന്മാരിൽ ഏകദേശം 5 വയസ്സിനോടടുത്ത് പ്രായമുള്ള കുഞ്ഞാണ് തിരുജ്ഞാന സംബന്ധർ. പാർവതി ദേവി ജ്ഞാനപ്പാൽ നൽകിയ കുഞ്ഞാണ് തിരുജ്ഞാന സംബന്ധർ. സംബന്ധർക്ക് വെയിലിൽ നടന്നു വരാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ശിവഭഗവാൻ തന്റെ ഭൂതഗണങ്ങളോട് പറഞ്ഞ് തിരുച്ചത്തിമുറ്റം മുതൽ പട്ടീശ്വരം വരെ മുത്തുപന്തൽ നിർമ്മിച്ചു. മുത്തുപന്തൽ കുടക്കീഴിൽ ശ്രീമുരുകന്റെ അവതാരമെന്ന ഐതിഹ്യമുള്ള സംബന്ധർ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ നടന്നുവരുന്നത് കാണാനും സംബന്ധർക്ക് ഭഗവാനെ നന്നായി കാണാനും പട്ടീശ്വരം ക്ഷേത്രത്തിലെ നന്ദിയോട് സ്വല്പം മാറിയിരിക്കാൻ ഭഗവാൻ നിർദ്ദേശിച്ചു. അപ്രകാരം നന്ദി ചെയ്യുകയും സംബന്ധർ മുത്തുപന്തലിനു കീഴിലൂടെ നിഴലിൽ നടന്നുവന്ന് ഭഗവാനെ വണങ്ങി പതികം പാടുകയും ചെയ്തു. അതേപോലെ തിരുജ്ഞാന സംബന്ധർ ഒരു നാൾ തിരുവൻകാട് ബുധൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടമെല്ലാം ശിവലോകമായും മണലെല്ലാം ശിവലിംഗമായും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ക്ഷേത്രത്തിലേക്ക് കാൽവയ്ക്കാൻ മടിച്ച് അമ്പാളെ വിളിച്ചു കരഞ്ഞു. ഉടനെ ദേവി ക്ഷേത്രത്തിനകത്തു നിന്ന് വന്ന് സംബന്ധരെ ഒരു കുഞ്ഞിനെ എന്നവണ്ണം ഇടുപ്പിൽ വെച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി. തിരുനാവുക്കരശർ എന്ന അപ്പർ സ്വാമികൾ തിരുച്ചത്തിമുറ്റം ക്ഷേത്രത്തിന് തിരുപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ ഭഗവാന്റെ തൃപ്പാദങ്ങൾ തന്റെ ശിരസിൽ വെച്ച് അരുളണം എന്ന് പതികം പാടിയപ്പോൾ തിരുവടി ദീക്ഷയ്ക്ക് തിരുനല്ലൂർക്ക് വാ എന്ന് ഭഗവാൻ അരുളിയ സ്ഥലമാണിത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരു നാൾ കൈലാസത്തിലിരിക്കെ പാർവതി ദേവി ശിവഭഗവാനോട് വേദ ആഗമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ശിവഭഗവാൻ ദേവിക്കത് ഉപദേശിച്ചതോടൊപ്പം ജ്ഞാനത്തോടൊപ്പം ഭക്തിയും മുക്തിക്ക് അത്യാവശ്യമാണ് എന്ന സത്യം മാലോകർക്ക് മനസ്സിലാക്കുവാൻ ഭൂമിയിൽ കാവേരി നദിക്കരയിൽ ശ്രീപാർവതിയെ തപസ്സിരിക്കാൻ നിർദ്ദേശിച്ചു. ദേവി ശക്തി സ്വരൂപമായി കാവേരി ആറ്റിന്റെ തെക്ക് ഭാഗത്തുള്ള ശൂലതീർത്ഥത്തിനരികിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ഭഗവാനെ തപസ് ചെയ്തു. പല കാലങ്ങൾ പിന്നിട്ടും ഭഗവാൻ ദർശനം കൊടുത്തില്ല. എന്നാൽ പാർവതി ദേവി തന്റെ ഭക്തി സത്യമായത് എന്നതിനാൽ ഒറ്റക്കാലിൽ നിന്ന് കഠിന തപസ്സിലേർപ്പെട്ടു. ഭക്തി മുക്തിയിലേക്കുള്ള പാത എന്നത് ഭൂമിയിൽ പ്രചരിക്കണമെന്ന് ദേവിയും വിചാരിച്ചു. ശക്തിയെ പരീക്ഷിക്കാൻ ഭഗവാൻ അഗ്നിലിംഗ സ്വരൂപമായി ദർശനം കൊടുത്തു. തീനാളമായി ദർശനം തന്നാലും അതിനുള്ളിൽ ഭഗവാൻ ഉണ്ടെന്ന തത്വം മനസ്സിലാക്കി ദേവി ആ അഗ്നിസ്വരൂപത്തെ ആലിംഗനം ചെയ്ത് മുത്തമിട്ടു ഭഗവാനോട് ചേർന്നു. ദേവിയുടെ ആലിംഗനത്താൽ ഭഗവാൻ കുളിർന്നുപോയി. തീനാളത്തിന്റെ പാടുകൾ ഇന്നും ശിവലിംഗത്തിൽ ദീപാരാധന ചെയ്യുമ്പോൾ ഭക്തർക്ക് ദർശിക്കാം. കുടുംബ പ്രശ്നങ്ങൾ എന്ന അഗ്നിയാൽ വലയം ചെയ്താലും ദമ്പതികൾ പരസ്പര വിശ്വാസവും സ്നേഹവും കൊണ്ട് അതെല്ലാം തരണം ചെയ്യണമെന്നതാണ് ഐതിഹ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതത്രേ. ദേവിയുടെ ആലിംഗനത്തിൽ ഉരുകിപ്പോയ ഭഗവാൻ തഴുവക്കുഴന്തനാഥർ എന്നറിയപ്പെട്ടു. ശക്തി ഭഗവാനെ മുത്തമിട്ട സ്ഥലം എന്നർത്ഥത്തിൽ ഈ പ്രദേശം തിരുച്ചത്തിമുത്തം എന്നും പിന്നീടത് തിരുച്ചത്തിമുറ്റം എന്നുമായി മാറി. ഏകദേശം ഈ ഐതിഹ്യത്തിന് സമാനമായതാണ് കാഞ്ചി കാമാക്ഷി ക്ഷേത്ര ഐതിഹ്യവും. യുഗങ്ങൾ മാറുമ്പോൾ സ്ഥലങ്ങളിലും സംഭവങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വരുന്നതാണിത്. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 5 നില രാജഗോപുരത്തോടും കൂടി കാണപ്പെടുന്ന തിരുച്ചത്തിമുറ്റം ശക്തിവനേശ്വരർ തിരുക്കോവിൽ ചോഴരാജാക്കന്മാർ നിർമ്മിച്ചതായാണ് അനുമാനം. മുമ്പ് കാലത്ത് ഈ പ്രദേശം ചോഴരാജാക്കന്മാരുടെ തലസ്ഥാന നഗരമായ പഴയറയുടെ ഭാഗമായിരുന്നു. ചോഴറാണി സെമ്പിയൻ മാദേവിയും പിന്നീട് രാജരാജ ചോഴൻ ഒന്നാമനും ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഭരിച്ച വിജയനഗര സാമ്രാജ്യ അധിപതികളും ക്ഷേത്രത്തിനായി ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കാലത്തെ ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ഗോപുരവാതിലിനടുത്ത് വല്ലഭഗണപതി വളരെ വലിയ പ്രകാരമാണ്. രണ്ടാമത്തെ ഗോപുരവാതിലിനരികിൽ വിനായകർ, മുരുകൻ സന്നിധികൾ. മുൻമണ്ഡപത്തിൽ അപ്പർ, സംബന്ധർ, ഭൈരവർ, ചന്ദ്രൻ, സൂര്യൻ, നാഗങ്ങൾ. ഭൈരവ പ്രതിഷ്ഠ ഒരാൾ പൊക്കത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഇവിടെ ശ്രീമുരുകൻ 6 മുഖത്തോടും 12 കരങ്ങളോടെയും വള്ളിദേവയാനി സമേതനായി അരുൾ ചൊരിയുന്നു. വിനായകർ ഭാര്യയുമൊത്തുള്ള പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. ശക്തി മുത്തം കൊടുത്ത സ്ഥല ഐതിഹ്യമൂർത്തി ക്ഷേത്രത്തിലുണ്ട്.
ക്ഷേത്രത്തിൽ ശക്തി തഴുവിയ ഉടയാർ സന്നിധി എന്നൊന്നുണ്ട്. ആ ശിവശക്തി സന്നിധിയിൽ ദേവി ഒറ്റക്കാലിൽ നിന്ന് ശിവലിംഗത്തെ ഇരുകൈ കൊണ്ടും ആശ്ലേഷിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. വിവാഹ തടസ്സം നേരിടുന്നവരോ വിവാഹിതരാവാൻ ആഗ്രഹിക്കുന്നവരോ ആയ സ്ത്രീ പുരുഷന്മാർ ഈ സന്നിധിയിൽ തിങ്കളാഴ്ചകളിൽ എത്തി ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ നല്ല വധൂവരന്മാരെ ലഭിക്കും എന്നാണ് വിശ്വാസം. ജാതകദോഷങ്ങൾ കൊണ്ടും വേറെ പല കാരണങ്ങൾ കൊണ്ടും സ്വരച്ചേർച്ചയില്ലാതെ പിണങ്ങിക്കഴിയുന്നവർ ഇവിടെ എത്തി വിദ്യാവണ്ണം പൂജകൾ ചെയ്താൽ അവർക്കിടയിൽ ഒരുമയുണ്ടാകും എന്നത് ഇവിടെ എത്തുന്ന ഭക്തരുടെ അനുഭവസാക്ഷ്യമാണ്. അതേപോലെ വിവാഹമോചനത്തിലെത്തി നിൽക്കുന്നവർ പോലും ഒന്നുചേരും എന്ന് പ്രശസ്തിയുള്ള ക്ഷേത്രമാണ് തിരുവലഞ്ചുഴി ശ്വേതവിനായകർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ മൂലവർ ശക്തിവനേശ്വരർ കിഴക്ക് ദർശനമായി സ്വയംഭൂ ശിവലിംഗമായി അരുൾ ചൊരിയുന്നു. പ്രധാനമായും ഭഗവാന് വസ്ത്രം ചാർത്തി അഭിഷേകാരാധനകൾ ചെയ്താൽ നല്ല കുടുംബജീവിതം സിദ്ധിക്കും എന്നാണ് പറയുന്നത്. ഭഗവാൻ തന്നെ നവഗ്രഹ നായകനാകയാൽ ഇവിടെ നവഗ്രഹ സന്നിധി ഇല്ല. കോവിലിന്റെ ഇടതുപുറത്താണ് അമ്മൻ സന്നിധി. അമ്പാൾ പെരിയനായകി എന്ന നാമത്തിൽ തെക്ക് ദർശനമായി നിലകൊള്ളുന്നു. സന്താന തടസ്സം മാറാൻ ഭക്തർ ഇവിടെ എത്തി ദേവിക്ക് വസ്ത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രധാന ദേവതകളെ കൂടാതെ സ്ഥലവിനായകർ, വള്ളിദേവിയാനി സമേത മുരുകൻ, ഭാര്യയോടൊപ്പം പിള്ളയാർ, ഗജലക്ഷ്മി, നടരാജർ ശിവഗാമി അമ്മൻ, കാശി വിശ്വനാഥർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ചണ്ഡികേശ്വരർ, ബ്രഹ്മാവ്, ദുർഗ, ശരഭേശ്വരർ, ശനീശ്വരൻ, അപ്പർ, സംബന്ധർ, സൂര്യൻ, ചന്ദ്രൻ, ഭൈരവർ, നാഗദൈവങ്ങൾ, സെമ്പിയന്മാദേവി ശിവലിംഗത്തെ പൂജിക്കുന്ന ശില്പം, സ്ഥല ഐതിഹ്യമൂർത്തി എന്നിങ്ങനെ ധാരാളം ഉപദേവതകൾ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം, ക്ഷേത്രതീർത്ഥം ശൂലതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രധാന ദിവസങ്ങളായ അമാവാസി, പ്രദോഷം എന്നിവ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്ന ക്ഷേത്രമാണിത്. ആണിമാസം ആദ്യ ദിവസം തിരുജ്ഞാന സമ്പന്നർ മുത്തുപന്തൽ ഉത്സവം, തൈമാസത്തിൽ രഥസപ്തമി, കാർത്തികയിൽ സോമവാര പൂജകൾ, ആണിമാസത്തിൽ തിരുമഞ്ജനം, ആടിപ്പൂരം, വിനായക ചതുർത്ഥി, നവരാത്രി, സ്കന്ദഷഷ്ഠി, തിരുവാതിര, ശിവരാത്രി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 10 കിലോമീറ്റർ, സ്വാമിമലയിൽ നിന്ന് 3 കിലോമീറ്റർ, ധാരാസുരത്ത് നിന്ന് 4 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ധാരാസുരം, സ്വാമിമല. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.